നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ പാരീസിലെ തിയേറ്റർ ഡു ചാറ്റ്ലെറ്റിൽ ബാലൻഡിയോർ ഗാലയിൽ ബാലൻഡിയോർ അവാർഡ് കൂടാതെ മറ്റ് അവാർഡുകൾ കൊടുത്തല്ലോ. അതിൽ പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നാണ് കോപ്പ ട്രോഫി. മികച്ച യുവതാരത്തിന് സമ്മാനിക്കുന്നതാണ്. അത് വീണ്ടും ലാമിൻ യമാൽ സ്വന്തമാക്കി. കഴിഞ്ഞ തവണയും ലാമിൻ യമാലായിരുന്നു, ഇത്തവണയും ലാമിൻ യമാൽ തന്നെ അത് നേടുന്നു. എന്നാൽ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ സ്ഥാനം എത്രയാണ്? ആ ഒഫീഷ്യൽ റാങ്കിങ്, ഫുൾ റാങ്കിങ് നമ്മൾ നോക്കുകയാണ്. 9ാം സ്ഥാനത്താണ് മെയിൽസ് ലേസ് കെല്ലി വന്നത്. 9ാം സ്ഥാനമുണ്ട്. അയൂബ് ബുവാദിയും 9ാം സ്ഥാനത്താണ്. ആകെ 10 താരങ്ങളാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതിൽ അയൂബ് ബുവാദിയും മെയിൽസ് ലൂയിസ് കെല്ലിയും വരുന്നത് 9ാം സ്ഥാനത്താണ്. 8ാം സ്ഥാനത്ത് പോർച്ചുഗീസ് യുവ സൂപ്പർ താരം റോഡ്രിഗോ മോറ. 7ാം സ്ഥാനത്താണ് FC ബാഴ്സലോണയുടെ യുവതാരം പാവ് കുബാർസി എത്തിയതെങ്കിൽ 6ാം സ്ഥാനത്തുണ്ട് ഡീൻ ഹുയിസന്. 5ാം സ്ഥാനത്ത് കിരാൻ നീൽദിസ് വന്നപ്പോൾ ബ്രസീലിയൻ യുവ സൂപ്പർ താരം ഇപ്പൊ ചെൽസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റവായോക്ക് കിട്ടിയത് 4ാം സ്ഥാനമാണ്. എസ്റ്റവായോ വില്യൻ 4ാം സ്ഥാനത്താണെങ്കിൽ 3ാം സ്ഥാനത്ത് ജാവോ നവസാണ്. 2ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജെർമന്റെ സൂപ്പർ താരം, പുതിയ നെയ്മർ എന്നൊക്കെ വിളിപ്പേരുള്ള ഡിസിയെ ഡു, നെയ്മർ ആരാധകനാണ് അദ്ദേഹം. 2ാമത് മറ്റൊരു നെയ്മർ ആരാധകൻ, നെയ്മർ ഫാൻ ബോയ് ലാമിൻ യമാൽ 1ാം സ്ഥാനത്ത്. ഇതാണ് സമ്പൂർണ്ണ റാങ്കിങ്. എന്തായാലും വരും നാളുകളിലും നമ്മൾ കേൾക്കാനുള്ള പേരുകളാണ് ഇതൊക്കെ. ഫുട്ബോൾ ലോകത്തെ ഭാവി സൂപ്പർ താരങ്ങളാണ് ഈ കോപ്പ ട്രോഫി റാങ്കിങ്ങിലുള്ളത്. ഒന്ന് ഇത്തവണ യമാലെങ്കിൽ അടുത്ത തവണ ആര് നേടും എന്നുള്ളത് കണ്ടറിയണം. എസ്റ്റവായോയും ജാവോ നവസും ഡിസേ ഡൂവും ഡീൻ ഹുയിസനും പാവ് കുബാർസിയും റോഡ്രിഗോ മോറയും ഒക്കെ ഇനിയും നമ്മളെ അത്ഭുതപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.